നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല ലോക നിലവാരത്തിലാണെന്നും നമ്മൾ ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്നുമൊക്കെ കഴിഞ്ഞ 10 വർഷമായി വലിയ അവകാശവാദങ്ങൾ നിങ്ങൾ കേട്ടിരുന്നു. അന്നത്തെ ആരോഗ്യ വകുപ്പിന്റെയും അന്നത്തെ മന്ത്രിമാരുടെയും പ്രസംഗങ്ങൾ കേട്ടാൽ തോന്നും നമ്മുടെ ആശുപത്രികളൊക്കെ സ്വർണത്തിൽ പൊതിഞ്ഞതാണെന്ന്. എന്നാൽ ആ വലിയ അവകാശവാദങ്ങൾക്കും തള്ളുകൾക്കും ഒക്കെ ഇപ്പോൾ പൂട്ടുവീഴാൻ പോവുകയാണ്. കഴിഞ്ഞ 10 വർഷമായി മുൻ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും നടന്ന മെഡിക്കൽ ഉപകരണ പർച്ചേസുകളിൽ വൻ അഴിമതി നടന്നതായി ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ ഒരു ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്ത് ശൈലജ ടീച്ചർ മുതൽ വീണ ജോർജ് വരെയുള്ളവർ ആരോഗ്യവകുപ്പ് ഭരിക്കുമ്പോൾ എന്ത് പണിയാണ് കാണിച്ചു കൂട്ടിയതെന്ന് പുറത്തു വരാൻ പോവുകയാണ്. ഇനി ഈ അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകൾ, ആശുപത്രികൾ, ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന വ്യാപിപ്പിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ വാങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വാങ്ങൽ, സ്ഥാപിക്കൽ, കമ്മീഷനിങ്, ഉപയോഗം, പരിപാലനം, നിലവിലെ അവസ്ഥ എന്നിവയെല്ലാം പരിശോധിക്കും. പ്ലാൻ ഫണ്ട്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി സുരക്ഷാ യോജന, മറ്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്ത ഉപകരണങ്ങൾ എന്നിവയെല്ലാം അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ പർച്ചേസുകൾ മുഴുവൻ പരിശോധിക്കുക എന്നതിനർത്ഥം ആരോഗ്യരംഗത്തെ മുഴുവൻ ഫയലുകളും അഴിച്ച് പരിശോധിക്കപ്പെടുന്നു എന്നതാണ്. കോവിഡ് കാലത്ത് സാധാരണക്കാർ ജീവന് വേണ്ടി ഓടുമ്പോൾ ചിലർ അഴിമതി നടത്തി കോടികൾ കൊയ്തു. PP കിറ്റുകൾ, മാസ്കുകൾ, ഓക്സിജൻ പ്ലാന്റുകൾ, ഇതിനൊക്കെ നൽകിയ പണം വിപണി വിലയേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലായിരുന്നു. എന്തുകൊണ്ട് സർക്കാർ ഈ പണം നൽകി? ഈ പർച്ചേസുകൾക്ക് പിന്നിൽ ആരൊക്കെയായിരുന്നു? ഉന്നത തലത്തിൽ നടന്ന ഈ കളികൾക്ക് അന്നത്തെ ആരോഗ്യമന്ത്രിമാരുടെ ഓഫീസുകൾക്ക് നേരിട്ട് പങ്കുണ്ടോ? ഈ 2 ആഴ്ചത്തെ അന്വേഷണ റിപ്പോർട്ടിൽ അതെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും. ജനങ്ങളുടെ നികുതി പണം വെറും കമ്മീഷൻ തുകകളായി മാറിയത് കാണുമ്പോൾ ആരും ഒന്ന് ഞെട്ടിപ്പോകും. ഇനി വയനാട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ നോക്കൂ. ഇതൊരു വലിയ തട്ടിപ്പിന്റെ സ്മാരകമാണ്. മെഡിക്കൽ കോളേജ് വരുന്നു, വയനാട്ടുകാരുടെ ചികിത്സാ പ്രതിസന്ധി തീരുന്നു എന്ന് വലിയ പരസ്യങ്ങൾ നൽകിയവരാണ് ഈ സർക്കാർ. എന്നിട്ടോ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കി. എന്നാൽ മന്ത്രി നേരിട്ട് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. അഴിമതിയും അനാസ്ഥയും കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം മാത്രമാണ് അവിടെയുള്ളത്. കോടികൾ ചിലവാക്കി വാങ്ങിയ ഉപകരണങ്ങൾ എവിടെയാണ്? അത് എന്തിനു വേണ്ടിയാണ് വാങ്ങിയത്? കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ അഴിമതി ലക്ഷ്യം വെച്ച് മാത്രം നടത്തിയ പർച്ചേസുകൾ. ഇത് വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങളോടുള്ള ക്രൂരമായ ഇതാണ്. ചികിത്സ കിട്ടാതെ മരിക്കുന്ന ഓരോ വയനാട്ടുകാരന്റെയും ഉത്തരവാദിത്തം ഈ ഭരണകൂടത്തിനായിരുന്നു. ഇത്രയും കാലം മെഡിക്കൽ കോളേജിന്റെ പേരിൽ നടന്നത് വലിയൊരു രാഷ്ട്രീയ നാടകം തന്നെയായിരുന്നു. ഇനി വയനാട്ടിലെ മെഡിക്കൽ കോളേജ് സന്ദർശനത്തിൽ മൊബൈൽ മോർച്ചറി ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ പലതും കമ്മീഷൻ ചെയ്യാതെയും പരിപാലനമില്ലാതെയും കിടക്കുന്നതായി മന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സമാനമായ സ്ഥിതി മറ്റ് പലയിടങ്ങളിലും ഉണ്ടോ എന്നാണ് റിപ്പോർട്ടുകൾ. ഉപകരണങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും കാരണമാകുന്നുണ്ട്. കൃത്യമായ പരിശോധനയിലൂടെ വീഴ്ച വരുത്തി ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ മന്ത്രിയുടെ നിർദ്ദേശം. ഉത്തരവാദികളെ കണ്ടെത്തി തുടർ നടപടികൾക്കുള്ള ശുപാർശകൾ അടങ്ങിയ വിശദമായ റിപ്പോർട്ടാണ് ഇനി സമർപ്പിക്കേണ്ടത്. നമ്മുടെ ആരോഗ്യ മേഖലയുടെ വികസനത്തിന്റെ യഥാർത്ഥ മുഖം നിങ്ങൾ കാണണം. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മൊബൈൽ മോർച്ചറികൾ അടക്കമുള്ള ഉപകരണങ്ങൾ കമ്മീഷൻ ചെയ്യാതെയും പരിപാലനമില്ലാതെയും വെറുതെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഒരു വശത്ത് കേരളം ആരോഗ്യ മേഖലയിൽ ലോക മാതൃകയാണെന്ന് വീമ്പ് പറയുകയും മറുവശത്ത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കോടികൾ മുടക്കി വാങ്ങിയ മെഷീനുകൾ തുരുമ്പെടുക്കാൻ വിടുകയും ചെയ്ത ആ അത്ഭുത ഭരണകൂടം ഇനിയെങ്കിലും ഉത്തരം പറയുമോ? പ്ലാൻ ഫണ്ട് മുതൽ PMSSY പദ്ധതികൾ വരെയും കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ വാരിക്കോരി കൊടുത്ത ഉപകരണങ്ങൾ വരെയും ഈ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അന്ന് കോവിഡ് കാലത്തൊക്കെ വല്ലാതെ തള്ളിയവർ ഇന്ന് എന്തുകൊണ്ട് ഈ ഉപകരണങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ശൈലജ ടീച്ചറുടെ കാലത്തും വീണ ജോർജിന്റെ കാലത്തും നടന്ന ഈ അഴിമതികൾ പുറത്തു വരുമ്പോൾ ആരുടെയൊക്കെ മുഖം മൂടിയാണ് അഴിയാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ലക്ഷങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിയ ശേഷം അത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആശുപത്രികളിൽ ഇപ്പോൾ ആരുടെയൊക്കെയോ കീശയിലേക്കാണ് അതിൻ്റെ കമ്മീഷൻ പോയതെന്ന് അന്വേഷണം വരുമ്പോൾ എല്ലാവർക്കും വ്യക്തമാകും. നമ്പർ 1 എന്ന് പറഞ്ഞ് തള്ളുമ്പോൾ ആശുപത്രികളിൽ ചികിത്സ കിട്ടാതെ പാവങ്ങൾ നെട്ടോട്ടം ഓടുകയായിരുന്നു.
കോടികൾ മുടക്കി ഉപകരണങ്ങൾ വാങ്ങിയവർ അത് നോക്കി വെക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയത് വെറും അശ്രദ്ധയാണോ അതോ കൃത്യമായ അഴിമതിയാണോ എന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തായാലും മനസ്സിലാവും. ഇപ്പോൾ കെ മുരളീധരൻ ഇറക്കിയ ഈ പുതിയ സർക്കുലർ ശരിക്കും ഒരു ബോംബ് തന്നെയാണ്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് വേണമെന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്. എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഈ പരിശോധന വ്യാപിപ്പിക്കും എന്ന് പറയുമ്പോൾ തന്നെ ആടിയുലയാൻ പോകുന്നത് വലിയൊരു CPM-ന്റെ പ്രതിച്ഛായയാണ്. ഉപകരണങ്ങൾ വാങ്ങിയതിൽ മാത്രമല്ല, അത് സ്ഥാപിച്ചതിലും കമ്മീഷൻ ചെയ്തതിലും പരിപാലിക്കുന്നതിലും ഒക്കെ കോടികളുടെ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. കൃത്യമായ പരിശോധനയിലൂടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി പറയുമ്പോൾ അത് വെറും വാക്കുകളിൽ ഒതുങ്ങുമോ അതോ ഇനിയെങ്കിലും ഒരു തിരുത്തൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും നികുതിപ്പണം മുടിച്ച് ആഡംബരമായ ഉപകരണങ്ങൾ വാങ്ങിക്കൂട്ടി അത് തുരുമ്പെടുക്കാൻ വിട്ടവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കെ ശൈലജയെയും വീണ ജോർജിനെയും നോക്കൂ. അധികാരത്തിലിരിക്കുമ്പോൾ എന്തും ചെയ്യാമെന്ന അഹങ്കാരമായിരുന്നു ഇവർക്ക്. ഉയരുന്ന അഴിമതി ആരോപണങ്ങളെ അവർ പുച്ഛത്തോടെ തള്ളി. ഇന്നവർ പ്രതിക്കൂട്ടിലാണ്. ഇത് വെറും അന്വേഷണമല്ല, മറിച്ച് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണ്. ഈ അഴിമതി കഥകളിൽ അവർ മാത്രമാണോ കുറ്റവാളികൾ? തീർച്ചയായും അല്ല. അവരുടെ ഓരോ നീക്കത്തിന് പിന്നിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവും പിന്തുണയും ഉണ്ടായിരിക്കാം. നമ്പർ 1 പ്രതിച്ഛായ നിലനിർത്താൻ അഴിമതിയെ കൂട്ടുപിടിച്ച അന്നത്തെ സർക്കാർ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ ഉത്തരം പറയാൻ നിർബന്ധിതരായിരിക്കുകയാണ്. സത്യത്തിൽ കേരളത്തിൽ നടന്നത് ഒരു ഭരണമല്ല, മറിച്ചൊരു ലോബിയുടെ പ്രവർത്തനം തന്നെയാണ്. ആരോഗ്യ മേഖലയിൽ ഇത്രയും വലിയ അഴിമതി നടന്നിട്ടും ഒരു തവണ പോലും അന്നത്തെ മുഖ്യമന്ത്രി ഒരു മാധ്യമത്തിന് മുന്നിൽ വന്ന് കൃത്യമായ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. പകരം ചെയ്തത് അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവരെ അടിച്ചമർത്താനും കേസെടുക്കാനും PR വർക്കിലൂടെ സത്യം മറച്ചു വെക്കാനും മാത്രമാണ്. ശൈലജ ടീച്ചർക്ക് കിട്ടിയ സെലിബ്രിറ്റി ഇമേജും വീണ ജോർജിന്റെ നിശബ്ദതയും ഒക്കെ ഈ ഒരു ഭരണകൂടം ആസൂത്രണം ചെയ്ത വലിയൊരു നാടകത്തിന്റെ ഭാഗമായിരിക്കാം. ആ നാടകത്തിന്റെ തിരക്കഥാകൃത്തും സംവിധായകനും ആരാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നമ്പർ 1 എന്നവർ സ്വയം വിളിക്കുമ്പോൾ മറുവശത്ത് ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്ന തരിപ്പണമായി പോകുകയായിരുന്നു. വയനാട് മെഡിക്കൽ കോളേജ് മുതൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് വരെ പരിശോധിച്ചാൽ കാണുന്നത് ഒരേ ഒരു സത്യമാണ്. അഴിമതിക്ക് വേണ്ടി ആസൂത്രണം ചെയ്ത നിർമ്മാണങ്ങളും കമ്മീഷന് വേണ്ടി വാങ്ങിക്കൂട്ടിയ കാലഹരണപ്പെട്ട ഉപകരണങ്ങളും മാത്രം. സ്വന്തം മന്ത്രിമാർ ചെയ്യുന്ന അഴിമതികളെ കണ്ടില്ലെന്ന് നടിക്കുകയോ അതല്ലെങ്കിൽ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയോ ചെയ്യുന്ന ഒരു അന്നത്തെ മുഖ്യമന്ത്രിയാണ് നമ്മൾ ഇത്രയും കാലം കണ്ടത്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത് വികസനത്തിന് വേണ്ടി ആയിരുന്നില്ല, മറിച്ചൊരു ചെറിയ വട്ടത്തിലുള്ള ആളുകൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. 2 ആഴ്ചത്തെ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് വരുമ്പോൾ പിണറായി വിജയന്റെ മൗനത്തിന്റെ അർത്ഥം എന്താണെന്ന് കേരളം തിരിച്ചറിയും. അഴിമതിയുടെ ഈ വേരുകൾ ചെന്നെത്തുന്നത് ആരുടെയൊക്കെ ഓഫീസിലേക്കാണെന്ന് നമുക്ക് കണ്ടറിയാം. ഇനി ആർക്കും ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. കാലം കണക്ക് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിൽ ഇന്ന് നടക്കുന്നത് എന്തും CPM-ന്റെ ഒരു പ്രത്യേക രീതി അഥവാ ശൈലിയുടെ ഭാഗമായാണ് പലരും നോക്കിക്കാണുന്നത്. അത് സത്യമാണ്. വെറും ആരോഗ്യ മേഖലയിൽ മാത്രമല്ല, ഏത് വകുപ്പിലും ഏത് ഭരണത്തിലും ഇതേ അഴിമതി രീതി തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഈ അഴിമതിയുടെ വേരുകൾ ആഴത്തിൽ പടർന്നിട്ടുണ്ട്. ഒരു അഴിമതി നടക്കുമ്പോൾ അത് തെളിവുകളോടെ പുറത്തു വന്നാലും അതിനെ രാഷ്ട്രീയ പ്രതികാരം എന്ന ലേബൽ ചെയ്ത് തള്ളിക്കളയുക, അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച ഫയലുകൾ അട്ടിമറിക്കുക. ഇതാണ് പതിവ് CPM ശൈലി. ഇവിടെ ആരോഗ്യ മേഖലയിലും സംഭവിച്ചത് മറ്റൊന്നുമല്ല. പാർട്ടിക്ക് വിധേയരായ ഉദ്യോഗസ്ഥരെ വെച്ച പാർട്ടിയുടെ അറിവോടെ പാർട്ടിക്ക് കമ്മീഷൻ കിട്ടുന്ന രീതിയിൽ പർച്ചേസുകൾ ക്രമീകരിച്ചതായിരിക്കാം. അഴിമതി ആരോപണം ഉയരുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന മാധ്യമങ്ങളെയും മറ്റും ആക്രമിച്ച് പ്രതിരോധിക്കുക. ഇങ്ങനെ ഒരു രീതി 10 വർഷം കൊണ്ട് കേരളത്തിൽ ഇവർ ഭംഗിയായി നടപ്പിലാക്കി. പാവപ്പെട്ടവന്റെ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച പണം പോലും ഈ ഒരു CPM രീതി ഉപയോഗിച്ച് തട്ടിയെടുത്തു എന്നത് അങ്ങേയറ്റം ലജ്ജാകരം തന്നെയായിരിക്കാം. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ തട്ടിക്കൂട്ട് ഭരണം എന്ന് തന്നെ പറയണം. കടം വാങ്ങുക, ഖജനാവ് കാലിയാക്കുക, പിന്നെയും കടം വാങ്ങുക, ഇതല്ലാതെ വേറെ എന്ത് വികസനമാണ് ഇവർ കാഴ്ചവെച്ചത്? സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില അങ്ങേയറ്റം ദയനീയമായിട്ടും അതിനെ ഒന്നും വകവയ്ക്കാതെ ആരോഗ്യരംഗത്തെ നമ്പർ 1 എന്ന് പ്രഖ്യാപിച്ച് കോടികൾ തട്ടുകയായിരുന്നു ഇവർ ചെയ്തത്.
ഇനി ആരോഗ്യ മേഖലയെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്ന വാർത്തകൾ ഓർമ്മയില്ലേ? ആ വാർത്തകളൊക്കെയും വെറും ബ്രാൻഡിങ്ങും പെയ്ഡ് പ്രൊമോഷനുകളും മാത്രമായിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ആ വലിയ പരസ്യങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയ തട്ടിപ്പുകളായിരിക്കാം. എന്തായാലും ഇനി വരും ദിവസങ്ങൾ നിർണായകമാണ്. ഈ അഴിമതി പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.